ഓപ്പറേഷൻ നുംഖോർ തുടരുകയാണ്. 30ഇടത്തെങ്കിലും കേരളത്തിൽ പരിശോധന നടക്കുന്നുവെന്നാണ് കസ്റ്റംസുമായി ബന്ധപ്പെട്ട വിവരം. കോഴിക്കോട്ടെ കാർ ഷോറൂമിൽ പരിശോധന നടക്കുന്നു എന്ന പുതിയ വിവരം അവിടുന്ന് രാഹുൽ കെ വിയും പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ ദുർഖൽ സൽമാന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. കാർ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഗ്യാരേജിൽ പരിശോധന നടക്കുന്നു. പൃഥ്വിരാജിന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടന്നു എന്ന വിവരം വന്നു. വ്യവസായികളുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ഇപ്പോഴത്തെ കോഴിക്കോട്ട് കാർ ഷോറൂമിൽ പരിശോധന നടക്കുന്നു എന്ന വിവരമാണ്. രാഹുൽ, കോഴിക്കോട് നഗരത്തിലെ ഏത് കാർ ഷോറൂമിലാണ്? എന്തെല്ലാം വിവരങ്ങളാണ്? അവിടെ ഇത്തരത്തിൽ കൊണ്ടുവന്ന കാറുണ്ടോ? രതീഷ്, കോഴിക്കോട് നഗരത്തിൽ തൊണ്ടയാടുള്ള റോഡ് വേ എന്ന പേരിലുള്ള കാർ ഷോറൂമിലാണ് കസ്റ്റംസിന്റെ പരിശോധന ഏതായാലും ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഏകദേശം 1.5 മണിക്കൂറിലധികമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഷോറൂമിൽ പരിശോധിച്ചു വരികയാണ്. സെക്കൻഡ് വാഹനങ്ങളുടെ വിൽപ്പന നടത്തുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഷോറൂം തന്നെയാണ്. പക്ഷേ ഭൂട്ടാനിൽ നിന്നടക്കം വാഹനങ്ങൾ എത്തിച്ചുള്ള വിൽപ്പന ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഈ ഷോറൂമുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഷോറൂമിൻ്റെ ഉടമ തന്നെ നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. PD കസ്റ്റംസ് വന്ന് 1.5 മണിക്കൂറിലധികം പരിശോധിക്കുക. നിങ്ങൾ ഇവിടെ ഏതൊക്കെ വാഹനങ്ങളാണ് വിൽപ്പന? ഈ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പന ഉണ്ടോ? ഇല്ല. നമ്മളിവിടെ ലക്ഷറി കാറുകളാണ് അധികം വെക്കുന്നത്. പോർഷെ, ബെൻലി, പിന്നെ വോൾവോ XC90. അപ്പോൾ അവർ 11:30 വന്നു. ഇങ്ങനെ സെർച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അവർ സെർച്ച് ചെയ്തു, ഡോക്യുമെൻ്റ് ചോദിച്ചു, എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്തും ചെയ്തു. A to Z അവർ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊരു വണ്ടി മാത്രം അവർക്കൊരു ഇതായി തോന്നി, ഒരു പ്രാഡോ 2010 മോഡൽ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല സാർ, അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട്. അതിൻ്റെ എടുത്ത ഡീലറെയും വിളിച്ചു കൊടുത്തു, എല്ലാവരും വിളിച്ചു, ഡോക്യുമെൻറ്റും കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ കുഴപ്പമില്ല, അവരിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും വന്നുകൊണ്ടുള്ള ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പറയുന്ന ഭൂട്ടാനൊക്കെ നിങ്ങൾക്ക് വേറെ ഷോറൂം ഉണ്ടോ? ഇല്ല, നമുക്ക് ഇതേ ഉള്ളൂ. പിന്നെ ഒരു കണ്ണൂരുണ്ടായിരുന്നു, അത് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കസ്റ്റംസിൻ്റെ സംശയത്തിലേക്ക് വരാൻ എന്താ കാരണം? എൻ്റെ ഈ റോഡ് വേ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ യൂസ് കാറിൻ്റെ ഷോറൂമിലും ഇവർ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ പേടിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന് കൊടുത്തു. തീർച്ചയായും മറ്റ് ഇടങ്ങളിൽ ദുൽഖറിൻ്റെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയോ നടത്തിയ പരിശോധനയിൽ ഭൂട്ടാൻ വാഹനങ്ങൾ ഒക്കെ കണ്ടെത്തിയതുപോലെ ഇവിടെ ഏതായാലും ആ വിധത്തിലുള്ള വാഹനങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ കസ്റ്റംസിൻ്റെ പരിശോധന വിശദമായി രേഖകളെല്ലാം അടക്കമുള്ള പരിശോധന പുരോഗമിച്ചു വരികയാണ്. കോഴിക്കോട് തന്നെ മറ്റു ഷോറൂമുകളിൽ അടക്കം പരിശോധന പുരോഗമിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമായി ഇത് നഗരത്തിൽ തന്നെയുള്ള പറഞ്ഞതുപോലെ റോഡ് വേ എന്ന പേരിലുള്ള ആഡംബര വാഹനങ്ങളുടെ യൂസ്ഡ് ആഡംബര വാഹനങ്ങളുടെ ഷോറൂമാണ്. പോർഷെ, BMW അടക്കമുള്ള വാഹനങ്ങൾ, പ്രാഡോ അടക്കമുള്ള വാഹനങ്ങളാണ് ഏതായാലും ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികമായി ഈ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധിച്ച് വരികയാണ്. ഒരു വാഹനത്തിലാണ് സംശയം ഉണ്ടായിരുന്നത്, അതിൻ്റെ രേഖകൾ വിശദമായി പരിശോധിക്കുന്നു എന്നാണ് ഏതായാലും ഷോറൂമിൻ്റെ ഉടമ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത്. ശരി, കോഴിക്കോട്ടെ തൊണ്ടയാട്ടെ ഒരു കാർ ഷോറൂമിലാണ്. സമാനമായി നിരവധി ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്.